ഇതൊരു മഹേന്ദ്ര GT ഒരു എഞ്ചിനാണ്. നമ്മളിപ്പോൾ ഇതിൽ പുതിയ സിലിണ്ടർ കിറ്റ്, പുതിയ പിസ്റ്റൺ, റിങ്സ്, കണക്റ്റഡ് ബെയറിങ്, പിന്നെ ഫ്രണ്ട് ഓയിൽ സീല്, റിയർ ഓയിൽ സീല് കണ്ടില്ല, ഇതാണ് റിയർ ഓയിൽ സീല്. ഇത്ര നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കടുത്ത് ഗ്യാസ്കറ്റ് ഇട്ട് ഹെഡ് ടോർക്ക് ചെയ്യണം. അപ്പം ഗ്യാസ്കറ്റിന് സൈഡുണ്ട്, ടോപ്പ് നോക്കിയിട്ടാണ് ഗ്യാസ്കറ്റ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളതിൻ്റെ ഹെഡ് ഫേസ് ചെയ്ത് വാൽവ് സീറ്റ് ചെയ്ത് സ്റ്റം സീൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ടോർക്ക് ചെയ്ത് വാൾ ഡോർ ഇട്ടതിന് ശേഷം ടൈമിംഗ് വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഹെഡ് ടോർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വാൾ ഡോർ ഇട്ട് ടൈമിംഗ് കവർ, വാട്ടർ പമ്പ്, പുള്ളി കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യണം. നമ്മൾ ടൈമിംഗ് കവർ സെറ്റ് ചെയ്ത് വാട്ടർ പമ്പ്, ക്രാങ്കിൻ്റെ പുള്ളി, ഇനി ക്യാം വീല്, ടെൻഷനർ ഇതൊക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ക്രാങ്കിൻ്റെ ടൈമിംഗ് വെക്കാൻ വേണ്ടി ഒരു വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൽവ് ഈ ഹോളിലോട്ട് കയറ്റിയാണ് ക്രാങ്ക് ലോക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. നമ്മൾ ക്യാമിൻ്റെ ടൈമിംഗ് എങ്ങനെയാണോ നോക്കാം. ക്യാമിൻ്റെ ടൈം വരുന്നത് ഈ ചെറിയ കെട്ട് മേളിലും വലിയ കെട്ട് താഴെയും, ഈ വാൾ ഡോറിൻ്റെ ഹെഡിൻ്റെ ഇടയിൽ വരുന്ന വെട്ടിൽ കണക്കാക്കിയാണ് ഈ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ടൈമിംഗ് വെച്ചതിന് ശേഷം ബെൽറ്റ് ഇട്ട് ഒരു റൗണ്ട് കറക്കി നോക്കിയിട്ടുണ്ട്. കറക്കി നോക്കി വീണ്ടും ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടൈമിംഗ് കവർ, ഇഞ്ചിൻ പുള്ളി, ഫ്ലൈ വീല്, ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം ഇട്ട് ഇനി ഫുൾ ഇഞ്ചിൻ ആക്കണം. നമ്മൾ ഇഞ്ചിൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടൈമിംഗ് കവർ, പുള്ളി ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഓയിൽ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, ഫ്ലൈ വീല് സെറ്റ് ചെയ്ത്, ഇനി ക്ലച്ച് സെറ്റ് ചെയ്ത് വണ്ടിയിലോട്ട് നമുക്ക് കയറ്റണം. അപ്പോൾ ക്ലച്ച് പുതിയത് വാങ്ങിച്ചാൽ ക്ലച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ക്ലച്ച് സെറ്റ് ചെയ്യാത്തത്. നമ്മൾ എഞ്ചിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.